and welcome back to another video of this Python tutorial series. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിങ്ങിനകത്ത് വരുന്ന വേറൊരു കോൺസെപ്റ്റ് ആണ് എൻക്യാപ്സുലേഷൻ എന്ന് പറയും. അപ്പോൾ ഈ എൻക്യാപ്സുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളി ഇത്രയേ ഉള്ളൂ. നമ്മൾ ഫംഗ്ഷൻസ് അതുപോലെ തന്നെ വേരിയബിൾസ് ഉണ്ടായിരിക്കുമല്ലോ നമ്മുടെ ക്ലാസ്സിനകത്ത് വരുമ്പോഴത്തേനും നമ്മുടെ ആട്രിബ്യൂട്ട്സും മെത്തേഡ്സും ഈ ആട്രിബ്യൂട്ട്സിനെയും മെത്തേഡ്സിനെയും ഒക്കെ നമ്മളൊരു സിംഗിൾ യൂണിറ്റിലേക്ക് ബൈൻഡ് ചെയ്ത് ഒരുമിച്ച് വെക്കുന്നതിനെയാണ് നമ്മൾ എൻക്യാപ്സുലേഷൻ എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, ബൈൻഡ് ചെയ്ത് വെക്കുക എന്ന് പറയുമ്പോൾ നമ്മളൊരു ഒറ്റ ക്ലാസ്സിനകത്തായിട്ടായിരിക്കത്തില്ലേ നമ്മൾ ഈ വാല്യൂസിനെ എല്ലാം എടുത്ത് വെക്കുക. അതിനെയാണ് ഈ പറയുന്ന എൻക്യാപ്സുലേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ, ഇതിനകത്ത് സെൽഫ് ഡോട്ട് നെയിം, സെൽഫ് ഡോട്ട് ഏജ് എന്നൊക്കെ പറഞ്ഞിട്ട് ആട്രിബ്യൂട്ട്സ് ഉണ്ടല്ലോ. ഈ ആട്രിബ്യൂട്ട്സ് എവിടെയാണ് ഇരിക്കുന്നത്? ഈ ഒരു ക്ലാസ്സിന്റെ ഉള്ളിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇപ്പം നമ്മൾ വേറൊരു കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എക്സാമ്പിൾ കണ്ടില്ലേ, ഈ സ്റ്റുഡന്റ് എന്ന് പറയുന്ന ഈ ഒരു ക്ലാസ്സിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത്? ഇതേപോലെ 3 ഫംഗ്ഷൻസ് ഉണ്ട്. ഗെറ്റ് മാർക്ക്, സെറ്റ് മാർക്ക്, ഡിസ്പ്ലേ എന്ന് പറയുന്ന 3 ഫംഗ്ഷൻസ് ഉണ്ട്. അതുകൂടാതെ തന്നെ ഈ സെൽഫ് ഡോട്ട് നെയിം, സെൽഫ് ഡോട്ട് മാർക്ക്, ഈ രീതിയിൽ ഇൻസ്റ്റൻസ് ആട്രിബ്യൂട്ട്സും ഉണ്ട്, അല്ലെ പ്രൈവറ്റ് ആട്രിബ്യൂട്ട്സും അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ഇതിനെ എല്ലാത്തിനെയും കൂടെ നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്? ഈ ഒരു ക്ലാസ്സിന്റെ ഉള്ളിൽ തന്നെ ബൈൻഡ് ചെയ്ത് അല്ലെങ്കിൽ ഒരുമിച്ച് എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിനെയാണ് എൻക്യാപ്സുലേഷൻ എന്ന് പറയുന്നത്. ഈ എൻക്യാപ്സുലേഷൻ ചെയ്യുന്നതിനകത്ത് വേറൊരു കാര്യം കൂടെയുണ്ട്. നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കുക. ഈ സ്റ്റുഡന്റ് എന്ന് പറയുന്ന ഒരു ക്ലാസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുള്ളിൽ നെയിം, ഏജ് എന്ന് പറയുന്ന പബ്ലിക് ആട്രിബ്യൂട്ട്സ് ആയിട്ടുള്ള 2 മെമ്പേഴ്സ് അതിനകത്തുണ്ട്. ഇൻസ്റ്റൻസ് ആട്രിബ്യൂട്ട് ആണ് ഇത് രണ്ടും. ഇതിനകത്ത് നമ്മൾ എന്താ ചെയ്തേക്കുന്നത്? ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ആ ഒബ്ജക്റ്റിനകത്ത് ഞാൻ അശ്വിനും അതുപോലെ തന്നെ 20 എന്ന് പറഞ്ഞ 2 വാല്യൂസ് പാസ് ചെയ്തു. അത് കൺസ്ട്രക്ടറിലേക്ക് പോകും. നെയിം, ഏജ് എന്ന് പറയുന്ന 2 വാല്യൂസ് അവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിന് നമ്മൾ എന്ത് ചെയ്തു? ആ ഒരു പബ്ലിക് ആട്രിബ്യൂട്ടിലേക്ക് അസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു ഇൻസ്റ്റൻസ് ആട്രിബ്യൂട്ടിലേക്ക് അസൈൻ ചെയ്തിട്ടുണ്ട്. അതുവരെ ഓക്കെ ആണ്. എന്നിട്ട് ഞാൻ എന്താ ചെയ്തേക്കുന്നത്? പ്രിന്റ് S1 ഡോട്ട് ഏജ്. S1 ഡോട്ട് ഏജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ 20 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും. അതോടെ പ്രിന്റ് ആയി. അതും ഓക്കെ. അടുത്ത ലൈനിൽ ഞാൻ ചെയ്തേക്കുന്നുണ്ടോ? S1 ഡോട്ട് ഏജ് അസൈൻ -2 എന്നാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ലോജിക്കലി ആലോചിച്ച് നോക്കുമ്പോൾ ഏജ് ഒരിക്കലും നെഗറ്റീവ് നമ്പർ ആവത്തില്ല. പക്ഷെങ്കിൽ ഇങ്ങനെ കൊടുത്തതിന്റെ പേരിൽ പ്രോഗ്രാമിംഗിൽ എറർ ഒന്നും വരത്തുമില്ല. നിങ്ങൾ ഈ കോഡ് ഒന്ന് റൺ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടില്ലേ, ആദ്യം 20 എന്ന് പറയുന്ന വാല്യൂ ഇവിടെ പ്രിന്റ് ആവുന്നുണ്ട്. ഓക്കെ, ആ മോഡിഫിക്കേഷൻ വരുത്തിയതിനു ശേഷം നോക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നത്? -2 എന്ന് പറയുന്ന വാല്യൂ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ആക്സിഡന്റൽ ആയിട്ട് ഇതിനകത്തെ ഡേറ്റാസ്, അതായത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റാസ് ഒക്കെ ഇൻവാലിഡ് ആയിട്ടുള്ള വാല്യൂസ് വെച്ചിട്ട് അസൈൻ ആവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ ഏജിന്റെ കേസിൽ നെഗറ്റീവ് വന്നതുപോലെ. അപ്പോൾ ഇങ്ങനത്തെ സിനാരിയോസിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എൻക്യാപ്സുലേഷൻ എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ടില്ലേ, ഞാൻ ഈ സ്റ്റുഡന്റ് എന്ന് പറയുന്ന ഈ ഒരു ക്ലാസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇതിനുള്ളിൽ എന്തൊക്കെയാണുള്ളത്? ഒരു കൺസ്ട്രക്ടർ ഉണ്ട്. ഈ കൺസ്ട്രക്ടർ എന്താ ചെയ്യുന്നത്? നെയിം അതുപോലെ തന്നെ മാർക്ക് എന്ന് പറയുന്ന 2 പ്രൈവറ്റ് മെമ്പേഴ്സിനെ ഇനിഷ്യലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കണ്ടില്ലേ, ഈ നെയിമും മാർക്കും എന്ന് പറയുന്നത് പ്രൈവറ്റ് മെമ്പേഴ്സ് ആണ് എന്നുള്ളത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം ഞാനിവിടെ എന്താണ് ഗെറ്റർ മെത്തേഡും സെറ്റർ മെത്തേഡും ഡിഫൈൻ ചെയ്ത് വെക്കും. അപ്പോൾ ഈ ഗെറ്റർ മെത്തേഡും സെറ്റർ മെത്തേഡും എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗെറ്റർ മെത്തേഡ് ഈ പ്രൈവറ്റ് ആട്രിബ്യൂട്ട്സ് ഉണ്ടായിരിക്കുമല്ലോ, ഈ പ്രൈവറ്റ് ആട്രിബ്യൂട്ട്സിന്റെ വാല്യൂ ഗെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഗെറ്റർ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ സെറ്റർ മെത്തേഡ് ഉണ്ടായിരിക്കുമല്ലോ. സെറ്റർ മെത്തേഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രൈവറ്റ് ആട്രിബ്യൂട്ട്സിന്റെ വാല്യൂ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യാനോ അപ്ഡേറ്റ് ചെയ്യാനോ വേണ്ടിയിട്ടായിരിക്കും സെറ്റർ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഇതെന്ന് പറയുന്നത് നോർമൽ ഇൻസ്റ്റൻസ് മെത്തേഡ് തന്നെയാണ്. നമ്മൾ യൂഷ്വലി ക്രിയേറ്റ് ചെയ്യുന്ന നോർമൽ മെത്തേഡ് പോലെ തന്നെ ആക്ട് ചെയ്തോളൂ. ഓക്കെ, ഇനി നമ്മൾ ചെയ്തേക്കുന്നത് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം എസ് ഡോട്ട് ഡിസ്പ്ലേനെ കോൾ ചെയ്ത്, എസ് ഡോട്ട് ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ ഏത് ഫംഗ്ഷനാണ്? ഈ ഒരു ഫംഗ്ഷനാണ് കോൾ ആവുന്നത്. അതിനകത്ത് ആ ഒരു പ്രൈവറ്റ് മെമ്പേഴ്സ് ഉണ്ടല്ലോ, നെയിം, മാർക്ക്. ഈ ഒരു കേസിൽ വരുമ്പോൾ ആലിസും 85ഉം ആ 2 വാല്യൂസിനെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. ഓക്കെ, അത്രയും കോഡിന്റെ ഔട്ട്പുട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ടില്ലേ, ഇത്രയും വരെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ആലിസും മാർക്ക് 85 എന്നുള്ള വാല്യൂസ് വന്നിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം ഞാൻ എന്ത് എഴുതിയിരിക്കുന്നത്? മാർക്ക് എത്രയാണ് എന്നുള്ളത് എസ് ഡോട്ട് ഗെറ്റ് മാർക്സ് എന്ന് പറയുന്ന ആ ഒരു ഗെറ്റർ മെത്തേഡ് നമ്മൾ സെറ്റ് ചെയ്തില്ലേ, അത് വെച്ചിട്ട് ആക്സസ് ചെയ്യാനായിട്ട് നോക്കി. എസ് ഡോട്ട് ഗെറ്റ് മാർക്ക് എന്ന് പറയുമ്പോൾ ഏത് ഫംഗ്ഷൻ ആയിരിക്കും? ഈ ഒരു ഗെറ്റ് മാർക്സ് എന്ന് പറയുന്ന ഒരു ഗെറ്റർ മെത്തേഡ് ആണ് വർക്ക് ആവുന്നത്. ഗെറ്റർ മെത്തേഡ് എന്ന് പറയുന്നത് ഇങ്ങനെ ഗെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് ഗെറ്റർ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ സെറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതിനെ സെറ്റർ എന്ന് നമ്മൾ പറയും. അപ്പൊ ഇവിടെ വരുമ്പോഴത്തേന് നമ്മൾ എന്താ ചെയ്തേക്കുന്നത്? ഗെറ്റ് മാർക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്ത് ചെയ്തു? സെൽഫ് ഡോട്ട് മാർക്സ് എന്ന് പറയുന്ന ഈ ഒരു പ്രൈവറ്റ് മെമ്പറിന്റെ വാല്യൂ എന്താണോ അത് റിട്ടേൺ ചെയ്യും. അത് റിട്ടേൺ ചെയ്യുമ്പോൾ നേരെ ഇവിടെ വരും മാർക്സ് അസൈൻ 85 എന്നുള്ള രീതിയിലായിരിക്കും ഇവിടെ വരുന്നത്. കാരണം 85 പാസ് ചെയ്തതിന്റെ പേരിൽ മാർക്ക് അസൈൻ 85 എന്നുള്ള രീതിയിൽ ഔട്ട്പുട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്.
അതിനുശേഷം നമ്മളെന്താ ചെയ്തേക്കുന്നത്, സെറ്റർ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ആ മാർക്കിന്റെ വാല്യൂ 92 എന്നുള്ള രീതിയിലാക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് എസ് ഡോട്ട് സെറ്റ് മാർക്ക് എന്ന് പറയുന്ന ഫംഗ്ഷനിലേക്ക് കോൾ പോകുമ്പോൾ നമ്മൾ 92 എന്ന് പറയുന്ന ഈ ഒരു പുതിയ മാർക്ക് പോയിട്ടുണ്ട്. നമ്മൾ അവിടെ എന്താ ചെയ്തേക്കുന്നത് അറിയോ, നമ്മുടെ മാർക്ക് എന്ന് പറയുന്നത് 0യ്ക്കും 100നും ഇടയിലായിരിക്കണം എന്നൊരു കൺസ്ട്രെയിൻ നമ്മൾ വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇഫ് ബ്ലോക്കിനകത്ത് നമ്മൾ 0യ്ക്കും 100നും ഇടയിലാണെന്നോ ചെക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടീഷൻ ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ മാത്രം സെൽഫ് ഡോട്ട് മാർക്ക് അസൈൻ ന്യൂ മാർക്ക് എന്ന് പറഞ്ഞ് അസൈൻ ആവും. അതായത് ഈ പ്രൈവറ്റ് മെമ്പേഴ്സിന്റെ പ്രത്യേകത എന്താ നമ്മൾ പറഞ്ഞത്, ക്ലാസിന്റെ ഉള്ളിൽ മാത്രമേ നമ്മൾ അതിനെ മോഡിഫൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ, ആക്സസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഈ ഒരു കേസിൽ എന്താ സംഭവിച്ചേക്കുന്നത്, സെറ്റർ മെത്തേഡ് എവിടെ ഇരിക്കുന്നത്, ക്ലാസിന്റെ ഉള്ളിൽ തന്നെയാണ്, പുറത്തുനിന്ന് ആരെങ്കിലും ആക്സസ് ചെയ്തോ, ഇല്ല. അപ്പൊ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തെങ്കിൽ മാത്രമേ ആ ഒരു പ്രൈവറ്റ് മെമ്പർ അപ്ഡേറ്റ് ആയുള്ളൂ. ഇനി ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്, ഇൻവാലിഡ് മാർക്ക് മസ്റ്റ് ബി ബിറ്റ്വീൻ 0 to 100 എന്നുള്ള ആ ഒരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് വർക്ക് ആയതിനെ. അതിനുശേഷം നമ്മൾ ഡിസ്പ്ലേ മെത്തേഡ് വർക്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഈ അപ്ഡേറ്റിന് ശേഷം ഡിസ്പ്ലേ മെത്തേഡ് വർക്ക് ചെയ്യിപ്പിച്ചാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. ഇത് കണ്ടില്ലേ, ആ ഒരു 92 എന്ന് പറയുന്ന വാല്യൂ അവിടെ വന്നിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ ഡയറക്ട്ലി ആ ഒരു പ്രൈവറ്റ് മെമ്പറിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചതാണ് ഇവിടെ കാണുന്നത്, എസ് ഡോട്ട് അണ്ടർസ്കോർ മാർക്ക് അസൈൻ 50. അപ്പോൾ നോർമലി അണ്ടർസ്കോർ ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കേണ്ടത്, ആ മാർക്ക് അപ്ഡേറ്റ് ആവേണ്ടതായിരുന്നു. പക്ഷേ ഇതൊരു പ്രൈവറ്റ് മെമ്പർ ആയതിന്റെ പേരിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റിന് ഒരു എഫക്റ്റും ഉണ്ടാകത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ വരെയുള്ള ഔട്ട്പുട്ട് ഇവിടെ പ്രിന്റ് ആയില്ല. ഈ എസ് ഡോട്ട് ഡിസ്പ്ലേ വർക്ക് ചെയ്ത സമയത്ത് ഇത് കണ്ടില്ലേ, അതിന് തൊട്ട് താഴെയുള്ള എസ് ഡോട്ട് ഡിസ്പ്ലേയുടെ ഔട്ട്പുട്ട് ആണ് ഈ കാണുന്നത്. ഈ കാണുന്നതിലും കണ്ടില്ലേ, മാർക്കിന് വ്യത്യാസമൊന്നുമില്ല, 92 എന്ന് പറയുന്ന ആ ഒരു സെയിം വാല്യൂ തന്നെ ആയിരിക്കും വന്നേക്കുന്നത്. അതിനുശേഷം ഞാൻ എന്താ എഴുതിയിരിക്കുന്നത്, എസ് ഡോട്ട് സെറ്റ് മാർക്ക് എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൾ ചെയ്തു, സെറ്റർ മെത്തേഡ് നമ്മൾ കോൾ ചെയ്തു. അതിനുള്ളിലേക്ക് ഞാൻ 101 എന്ന് പറയുന്ന വാല്യൂ, അതായത് 101 എന്ന് പറയുന്ന വാല്യൂ പാസ് ചെയ്തു. ഇവിടെ എന്താ പ്രശ്നം ഉണ്ടാകുന്നതെന്ന് അറിയോ, ഈ 101 0യ്ക്കും 100നും ഇടയിലുള്ള നമ്പർ അല്ല, അതായത് അതിൻ്റെ അകത്ത് എൽസ് കേസ് ആയിരിക്കും വർക്ക് ആവുന്നത്. അതിന്റെ പേരിൽ നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഔട്ട്പുട്ട് ആയിട്ട് വരേണ്ടത്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് വന്നിട്ടുമുണ്ട്. അപ്പോൾ ഇതാണ് എൻക്യാപ്സുലേഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നമുക്ക് എൻക്യാപ്സുലേഷൻ യൂസ് ചെയ്തിട്ട് പ്രൈവറ്റ് മെമ്പേഴ്സിനെ സേഫ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനത്തെ പ്രൈവറ്റ് മെമ്പേഴ്സ് അല്ലെങ്കിൽ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആക്സിഡന്റൽ ആയിട്ട് തെറ്റായിട്ടുള്ള വാല്യൂസ് കയറി അസൈൻ ആവാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റർ മെത്തേഡ് ഗെറ്റർ മെത്തേഡ് ഒക്കെ വെച്ചിട്ട് എൻക്യാപ്സുലേറ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് എൻക്യാപ്സുലേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ലേണിംഗ്. സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ ബൈ.